കഴിഞ്ഞ ദിവസം 71ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്സ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ഇന്ത്യൻ സിനിമാ രംഗത്തിന് ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണത്. പണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മേഖലയിലും സിനിമയിൽ നിൽക്കുന്ന ആക്ടിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും അങ്ങനെ ഏതൊരു മേഖലയിലും ഏറ്റവും മികച്ച ആളുകളെ നമുക്ക് നോക്കാനായിട്ട് അവർക്ക് കിട്ടിയ നാഷണൽ അവാർഡിൻ്റെ എണ്ണം കൊടുത്താൽ മതി. അതിപ്പോൾ പാട്ടായാലും വരികളായാലും സംഗീതമായാലും അഭിനയമായാലും എല്ലാം. എന്നാൽ ഇന്നത് ഒരുപാട് പ്രൊപ്പഗാൻഡകൾ അജണ്ടകൾ നടപ്പാക്കാനുള്ള വെറൊരു ഒരു പ്രഹസനം മാത്രമാണ്. 2023 ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടറായിട്ട് ജൂറി തിരഞ്ഞെടുത്തത് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള സുദീപ് തോസനെയാണ്. മൂവിയുടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. അതൊക്കെ ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രൊപ്പഗാൻഡ സിനിമകൾ ഇറങ്ങുമ്പോൾ പോലും അതിൽ ക്വാളിറ്റി, അതായത് കഥ പറച്ചിലിൻ്റെ ക്വാളിറ്റി ആയാലും ടെക്നിക്കലിൻ്റെ ക്വാളിറ്റി ആയാലും മുന്നിൽ നിൽക്കുന്ന സിനിമകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ സുദീപ് തോസൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഇതിൽ ഏത് മേഖലയിലാണ് മികച്ചു നിൽക്കുന്നത്? ഒരു ഷോർട്ട് ഫിലിം നിലവാരത്തിലുള്ള ആ സിനിമയുടെ ഡയറക്ടറിനാണ് മികച്ച ഡയറക്ടർക്കുള്ള പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. 1-2 കാറ്റഗറി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാം ഒരു നിലവാരമില്ലാത്ത അവാർഡ് പ്രഖ്യാപനങ്ങളാണ് നടന്നിരിക്കുന്നത്. മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് ജവാനിലെ സിനിമയ്ക്ക് ഷാറൂഖ് ഖാനാണ്. മുൻപ് പലതവണ അർഹിച്ചിരുന്നിട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. സ്വദേശായാലും ഡറായാലും കൊയിലയായാലും മൈ നെയിം ഈസ് ഖാൻ ഉൾപ്പെടെ പല തവണ അദ്ദേഹത്തിന് അതിന് അർഹത ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴൊന്നും കിട്ടിയിട്ടില്ല. ഒരു അർഹതയും ഇല്ലാത്തൊരു തവണയാണ് ഇപ്പോൾ അത് കിട്ടിയേക്കുന്നത് ജവാനിലൂടെ. എന്തായാലും വിക്രാന്ത് മാസിക്ക് കൂടിയും കൊടുത്ത് 12th ഫെയിനിൽ അഭിനയത്തിന് കൊടുത്ത് എന്തായാലും ജൂറി ഇത് ടാലി ആക്കിയിട്ടുണ്ട്. മലയാളത്തിന് ഇത്തവണ ഒരുപാട് പുരസ്കാരങ്ങളുണ്ടെങ്കിലും അതിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം പൂക്കാലം സിനിമയുടെ എഡിറ്റർക്ക് കൊടുത്തതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. മലയാളത്തിൽ നിന്ന് ഉർവശിക്കും അതുപോലെ വിജയരാഘവനും മികച്ച സഹനടിക്കും സഹനടനുള്ള നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഉർവശിക്ക് എന്തുകൊണ്ടൊരു മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചില്ല എന്നുള്ള ഇപ്പോൾ ഒരു ചോദ്യമാണ്. മുൻപ് ഇതുപോലെ 2000 ശാന്തം എന്ന് പറയുന്ന സിനിമയ്ക്ക്, അതും ശാന്തം എന്ന് പറയുന്ന സിനിമയിലെ KPSC എഴുതിയ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു മലയാള നടിയുടെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിലൊന്നാണ്. പക്ഷെ അതുപോലും അന്നൊരു മികച്ച നടിയുടെ കാറ്റഗറിക്ക് എല്ലാവരും പരിഗണിച്ചു, മികച്ച സഹനടി കാറ്റഗറിക്ക് തന്നെയാണ്. ശാന്തം എന്ന് പറയുന്ന സിനിമയിൽ മുഴുനീള പെർഫോമൻസ് ഉണ്ടായിട്ട് പോലും ഒരു മികച്ച നടിക്കുള്ള കാറ്റഗറിയിലേക്ക് അവർ പരിഗണിച്ചിട്ടില്ല. അന്നും സഹനടി പുരസ്കാരമാണ് ലഭിച്ചത്. അന്ന് രവീണ തണ്ടനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇത്തവണ റാണി മുഖർജിക്കാണ് ലഭിച്ചത്. റാണി മുഖർജിയുടെ പ്രകടനം മോശമാണെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും ഉർവശിക്ക് ഉള്ളൊഴുക്കിൽ ഒരു മികച്ച നടിക്കുള്ള അവാർഡ് തന്നെ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. MS ഭാസ്കർ, വിജയരാഘവൻ അല്ലെങ്കിൽ വിക്രാന്ത് മാസി അങ്ങനെ അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഒട്ടും അർഹതയില്ലാത്ത നിരവധി അവാർഡുകളാണ് ഇത്തവണ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞ് വെറുതെ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ മികച്ച തെലുങ്ക് ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഭഗവന്ത് കേസരിയാണ്. ഭഗവന്ത് കേസരി എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടത്തിൽ നിന്നും താഴെ നിൽക്കുന്ന ലെവലാണ് ആ സിനിമ എടുത്ത് വെച്ചേക്കുന്നത്. ആ സിനിമയ്ക്കാണ് മികച്ച തെലുങ്ക് സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. മികച്ച മ്യൂസിക് ഡയറക്ടറായിട്ട് GV പ്രകാശിന് മുകളിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനി എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യം തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഷോ കണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: പൃഥ്വിരാജിന് ഇത്തവണ തന്നെ നാഷണൽ അവാർഡ് ഉറപ്പാന്നുള്ളത്. അതിലാർക്കും പടം കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയമില്ല. കാരണം അത്രത്തോളം ഡെഡിക്കേഷനായിട്ട് അത്രത്തോളം എഫേർട്ട് എടുത്ത് അദ്ദേഹം ചെയ്തൊരു കഥാപാത്രമാണത്. അതിന് മുകളിൽ നിൽക്കാവുന്ന ഒരു പ്രകടനം പോലെ 2023 ഇന്ത്യൻ സിനിമയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യമാണ്. സ്റ്റിൽ ആ സിനിമയ്ക്ക് എൻ്റെ ഒരു സിനിമയ്ക്ക് തന്നെ ഒരു പുരസ്കാരമോ ഒരു സ്പെഷ്യൽ മെൻഷനോ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെയൊക്കെ വലിയ അജണ്ട എന്താണെന്നുള്ള എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഓർക്കണം, ഹിന്ദു മതത്തിൻ്റെ വിശ്വാസത്തിനൊക്കെ കളങ്കപ്പെടുത്തുന്ന രീതിയിലൊക്കെ സീനുകളുള്ള സിനിമയായിരുന്നു നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ക്ലൈമാക്സിൽ അത്തരത്തിലുള്ള ഒരുപാട് രംഗങ്ങളുണ്ടായിരുന്നു. അതിലെ പ്രകടനത്തിനാണ് PJ ആൻ്റണിക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. അതായത് അന്നത്തെ കാലത്ത് ജൂറി പരിഗണിച്ചിരുന്ന ഒരു സിനിമ എന്ന രീതിയിൽ മാത്രമായിരുന്നു. പക്ഷേ ഇന്നതല്ല. ഇന്ന് മതവും ജാതിയും പൊളിറ്റിക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് മാത്രമായിട്ടാണ് അവാർഡ് കൊടുക്കുന്നത് തന്നെ. ഹനുമാൻ എന്ന് പറയുന്ന സിനിമയ്ക്കൊക്കെ ആക്ഷൻ കൊറിയോഗ്രാഫിക്കൊക്കെ അവാർഡ് കിട്ടേണ്ടായി. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെ ഈ കുറച്ച് വർഷങ്ങളായിട്ട് അവാർഡുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരൊറ്റ മേഖലയിലും ടെക്നിക്കലി എത്രയും സൗണ്ടറായിട്ടുള്ള ഒരു ഇന്ത്യൻ സിനിമ 2023 വന്നിട്ടുണ്ടോ എന്ന സംശയമാണ്. അത്രയും റിച്ച് ആയിട്ടുള്ള ആ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു അവാർഡ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എത്രയും അവാർഡ്, മികച്ച എഡിറ്റിംഗ്, മികച്ച മ്യൂസിക്, മികച്ച സിനിമാറ്റോഗ്രഫി, മികച്ച വിഷ്വൽ എഫക്ട്സ് അല്ലെങ്കിൽ മികച്ച പെർഫോമൻസ്, മികച്ച ലിറിക്സ്, മികച്ച മേക്കപ്പ്, അങ്ങനെ എല്ലാ മേഖലയിലും മികച്ച് നിൽക്കുന്നൊരു സിനിമയ്ക്ക് ഒരു അവാർഡ് പോലും ഇല്ല. അത്രത്തോളം കോമഡി ആയിട്ടുള്ള കാര്യമാണ് ചിന്തിക്കണം. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇതെല്ലാം ഡിസേർവ് ചെയ്തൊരു സിനിമയായിരുന്നു. ഈ ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ സിനിമകൾക്കാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ മതി. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ സിനിമാറ്റോഗ്രഫിയേക്കാൾ എത്ര മടങ്ങ് മികച്ചതാണ് ആടുജീവിതത്തിൻ്റെ വർക്ക്. എന്നിട്ട് പോലും ഒരു അവാർഡുമില്ല. ജവാനിൽ SRKയുടെ പെർഫോമൻസിനെ പിന്നെ നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതൊന്നും കമ്പയർ ചെയ്യാൻ പോലും അത്രത്തോളം മികച്ച രീതിയിൽ പൃഥ്വിരാജ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ റോള്. സ്റ്റിൽ നാച്ചുറാലിറ്റി ഇല്ല, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നൊക്കെ ഒരു മുടന്ത ന്യായങ്ങളൊക്കെയാണ് ജൂറി ചെയർമാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്.
എന്തായാലും ഇത്തവണത്തെ നാഷണൽ അവാർഡ് ഒരു കോമഡി പീസായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ജെനുവിനിറ്റിയും കാര്യങ്ങളും അതിൻ്റെ ക്രെഡിബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മുൻപൊക്കെ നാഷണൽ അവാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് കരുതുമ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് അവാർഡിൻ്റെ അത്ര പോലും മൂല്യമില്ലാത്ത രീതിയിലാണ് ആ അവാർഡ് അത്രയും വില കുറഞ്ഞ ഒരു അവാർഡായിട്ട് മാറിയിട്ടുണ്ട്. മികച്ച സ്ക്രീൻ പ്ലേ തിരഞ്ഞെടുത്ത ഒരു തെലുങ്ക് സിനിമ ബേബിക്കായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യയിൽ റീൽ നിലവാരത്തിലുള്ള ആ സ്ക്രീൻ പ്ലേക്കാണ് അവർ മികച്ച സ്ക്രീൻ പ്ലേ അവാർഡ് കൊടുത്തേക്കുന്നത്. വാട്ട് എവർ, എന്തായാലും അവാർഡ് ലഭിച്ച എല്ലാ ആളുകൾക്കും കൺഗ്രാജുലേഷൻസ് എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പോൾ അവാർഡ് ലഭിക്കാത്തത് ഒരിക്കലും കുറഞ്ഞൊരു കാര്യമല്ല. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച നായക നടൻ ആരാന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർക്ക് എന്തായാലും ഒരു സംശയമില്ല, അത് പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് കയ്യിൽ എത്തിയില്ലെങ്കിൽ പോലും അത് 100% ട്രൂലി ഡിസേർവ് ചെയ്യുന്നതും അദ്ദേഹത്തിന് തന്നെയാണ്.